ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കെൻറ്റിലുള്ള ഹൗലറ്റ്സ് വൈൽഡ് ആനിമൽ പാർക്കിലേക്കാണ്. ലണ്ടനിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവാണ് ഇങ്ങോട്ടേക്ക്. സിറ്റി ക്രഷൊക്കെ വിട്ട് ഒരു ഡേ ഔട്ട് വരാൻ പറ്റിയ നല്ല സ്ഥലമാണിത്. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റി. വലിയ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. ഗോറില്ലാസ്, മങ്കീസ്, വലിയ കാറ്റുകൾ, എലിഫൻസ്, അങ്ങനെ പലതരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാണുന്ന ആനിമലിൻ്റെ അവിടെ നമ്മൾ കുറേ സമയം നിന്ന് കേട്ടോ. ഈ ആനിമലാണെങ്കിൽ എല്ലാവരുടെയും അടുക്ക പോവുകയും അടുത്ത് വന്നിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതുകൂടാണ്ട് നമ്മൾ മങ്കീസിൻ്റെ സെക്ഷനിലും കുറേ സമയം നിന്ന് കേട്ടോ. അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നതും ട്രേസിൽ നിന്ന് മൂവ് ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. വലിയ ആനിമൽസിനൊക്കെ വലിയ സ്പേസ് ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂ ഫീൽ അല്ലായിരുന്നു, ഒരു ഓപ്പൺ വൈൽഡ് ലൈഫ് പാർക്ക് ഫീലാണ് വരുന്നത്. ഇവിടുത്തെ ആനിമൽസൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഓരോ എൻക്ലോഷറിന് ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രീസ്, മഡ് ഏരിയ, വാട്ടർ സ്പേസ്, അങ്ങനെയെല്ലാം. ഈ പാർക്ക് സ്ഥാപിച്ചത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫോക്കസ് ചെയ്താണ്. റെയർ സ്പീഷീസിനെ ബ്രീഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് ഇവർ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. വർഷങ്ങളായിട്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ സംരക്ഷിക്കുന്നതിൽ ഇവർക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. സൂ പോലെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് പ്രോഗ്രാമാണ് ഇവരുടെ മെയിൻ ഫോക്കസ്. ഈ കുരങ്ങുകളെ കണ്ടോ? അവർക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനുമായിട്ട് നല്ല നാച്ചുറലായിട്ടാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ആനകൾ. ഇവിടെ ആനിമൽസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിൻ്റർ സീസണിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഹീറ്റഡ് ഇൻഡോർ ഏരിയാസ് ഉണ്ടാകും. സമ്മറിൽ ഷെയ്ഡ് ഏരിയാസും വാട്ടർ ആക്സസും എല്ലാം അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. റെഗുലർ വെറ്റ് ചെക്കപ്സും ഉണ്ട്. ഓരോ സ്പീഷീസിനും വേറെ വേറെ ഡയറ്റ് പ്ലാനാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവിടുത്തെ ഏരിയയൊക്കെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. സ്റ്റാഫ് മെമ്പേഴ്സൊക്കെ വളരെ അറ്റൻറ്റീവാണ്. ആനിമൽസിന് സ്ട്രെസ് വരാതിരിക്കാനായിട്ട് നല്ല ക്വയറ്റ് സോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. പാർക്ക് മുഴുവൻ പ്രോപ്പർ വാക്കിംഗ് പാത്താണ്. ഫാമിലി ആയിട്ട് വരാനും കംഫർട്ടബിളായിട്ട് ഇരിക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനും പറ്റിയ ഏരിയ. റഷ് ഇല്ലാത്തതിനാൽ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനും അവിടുത്തെ ചുറ്റുപാടുമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഈ പാർക്കിൽ നമുക്ക് കഫേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ടീ, കോഫി, സ്നാക്സ്, ലൈറ്റ് മീൽസ് നമുക്കതൊക്കെ ലഭിക്കും. ലഞ്ച് ടൈമിൽ ബ്രേക്ക് എടുത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കുള്ള മീൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ക്ലീൻ സീറ്റിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്വന്തം സ്നാക്സ് കൊണ്ടുവരണമെങ്കിൽ പിക്നിക് സ്റ്റൈലിൽ ഇരിക്കാൻ പറ്റിയ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയാസും ഉണ്ട്. ഇത് കാൻറ്റർബറി കെൻറ്റ് സൈഡിലാണ് വരുന്നത്. ലണ്ടനിൽ നിന്ന് ഡ്രൈവ് ചെയ്തു വരാൻ വളരെ ഈസിയാണ്. പിന്നെ മാത്രമല്ല, ട്രെയിനും ബസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പാർക്ക് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മിനിമം നമുക്ക് 3-4 മണിക്കൂർ എടുക്കും. വാക്കിംഗ് ഏരിയ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടബിളായിട്ട് ഷൂസ് ധരിച്ച് വരുന്നതാണ് ബെറ്റർ. നമ്മൾ അവിടെ കണ്ട പാവം ഒരു ടൈഗറാണ് കേട്ടോ ഇത്. ഇവിടെ റിയൽ ആനിമൽസ് മാത്രമല്ല ഉള്ളത്. വാക്കിംഗ് ഏരിയയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് സ്റ്റാച്യൂസ് കൂടെ വെച്ചിട്ടുണ്ട്. ചില സ്റ്റാച്യൂസൊക്കെ അവർ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓസ്ട്രിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ്. നമ്മളെ കണ്ടിട്ട് നല്ല ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കുന്ന പോലെയുണ്ട്. ആനിമൽസിനെ കാണുന്നതിനിടയിൽ നമ്മൾ നടന്ന വഴികൾ നല്ല പച്ചപ്പും ഹരിതാപയും ഉള്ളതായിരുന്നു കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നടന്നൊരു ഫീല്. ഇവിടെ നമ്മൾ കുറച്ചു നേരം നിന്ന് കണ്ട മറ്റൊരു കാഴ്ചയാണിത്. ആനകളെ ട്രെയിൻ ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ. മേ ബി ഇത് ഇവരുടെ ഡെയിലി റൊട്ടീനായിരിക്കും, ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതും എൻക്ലോഷേഴ്സൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു നോർമൽ സൂ എക്സ്പീരിയൻസ് അല്ല. നമ്മൾ നേച്ചറിലൂടെ നടക്കുന്ന പോലെയൊക്കെ ഒരു ഫീല് കിട്ടും. വാക്കിംഗ് ട്രെയിൽസൊക്കെ വളരെ നല്ലതാണ്. ഫാമിലിയായിട്ട് വരാനും പിള്ളേർക്കൊക്കെ കളിക്കാനും ആനിമൽസിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ലണ്ടൻ സൈഡിൽ വന്നാൽ കെൻറ്റിൽ ഒരു പീസ്ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് സ്പോട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.